ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിവിധ തരം ന്യൂറോണുകളെ കുറിച്ചാണ്. ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ നെർവ് സെൽസ്. ദേ ആർ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് നെർവസ് സിസ്റ്റം. നമ്മുടെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ഈ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഈ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ അവ എന്താണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്താണ് ഫങ്ഷൻ എന്ന് പറയുന്നത്, അത് ജനറേറ്റിംഗ് ആൻഡ് കണ്ടക്റ്റിംഗ് ആക്ഷൻ പൊട്ടൻഷ്യൽ, ഇമ്പൾസസ്, ആവേഗങ്ങളെ അല്ലെങ്കിൽ സന്ദേശങ്ങളെ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അത് ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുകയുമാണ് ന്യൂറോൺസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ ആവേഗങ്ങൾ എന്ന് പറയുന്നത് സന്ദേശങ്ങളാണ്, ഒരു മെസ്സേജുകളാണ്. അത് ബ്രെയിനിലെത്തുക അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്ന് തിരിച്ച് ബോഡിയുടെ മറ്റു പാർട്സുകളിലേക്ക് എത്തുന്നു. നമുക്കൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മുടെ കൈയെ അല്ലെങ്കിൽ കാലുകളെ അല്ലെങ്കിൽ നമ്മൾ നടക്കാനായിട്ട് അങ്ങനെ ഒരുപാട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ബ്രെയിനാണല്ലോ. അപ്പോൾ ആ ബ്രെയിനിനെ അല്ലെങ്കിൽ വർക്ക് ചെയ്യിക്കുക അല്ലെങ്കിൽ ആ സന്ദേശം എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ന്യൂറോൺസിൻ്റെ ഫങ്ഷൻ. നമ്മൾ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു മലയാളം ക്ലാസ് SSC ബേസ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു ക്ലാസ്സാണ്, കുറേ അഡ്വാൻസ്ഡ് അല്ല. എന്നൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ്, ഈ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള നോളജ് അത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇനി ഒരു ടിപ്പിക്കൽ ന്യൂറോണിൽ എന്തൊക്കെയുണ്ടെന്നാണ്. ഒരു ടിപ്പിക്കൽ ന്യൂറോണിൽ 3 പാർട്ടാണ് ഉള്ളത്. ഒന്ന് ഡെൻട്രിക് റീജിയൻ, സൊമാറ്റിക് റീജിയൻ, ആക്സോണിക്. ഡെൻട്രിക് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്ന ഘടകവും ഡെൻഡ്രോൺ എന്ന് പറഞ്ഞ ഘടകവും കൂടി ചേർന്നിട്ടുള്ളതാണ്. സൊമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ സെൽ ബോഡി അഥവാ കോശ ശരീരം ഉൾക്കൊള്ളുന്നതാണ്. അതായത് ഒരു ടിപ്പിക്കൽ സെൽ തന്നെ നമുക്കറിയാം. ഒരു സെൽ അല്ലെങ്കിൽ കോശത്തിൽ എന്തൊക്കെയുണ്ട്, കുറേ കോശത്തിൻ്റെ ഓർഗനൽസ് ഉണ്ട്. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, അങ്ങനെ ഒരുപാടുണ്ട്. അവയൊക്കെ ഉൾക്കൊള്ളുന്നൊരു ഭാഗം. പിന്നെ ആക്സോണിക് റീജിയൻ, ഒരു നീളമുള്ള ഒരു ഭാഗമാണ് ആക്സോണിക് റീജിയൻ. അറ്റത്തെന്ന് പറയുന്നത് സിനാപ്റ്റിക് നോബ്സ് കാണപ്പെടുന്നുണ്ട്. ഇനി പലതരം ന്യൂറോൺസാണ് കാണപ്പെടുന്നത്. അവ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒന്നെങ്കിൽ അവയുടെ സ്ട്രക്ചർ, ഒരു ഘടനാപരമായ വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ അവ ചെയ്യുന്ന ഫങ്ഷൻ്റെ വ്യത്യാസം കൊണ്ടോ ആയിരിക്കും. ഈ ന്യൂറോൺസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വിഭജിച്ചോ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചറിനെയാണ്. ഏത് തരത്തിലുള്ള ന്യൂറോണാണോ ആ ന്യൂറോണിന് ഒരു പെക്യുലർ സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒന്നാകുന്നു. നമുക്ക് സ്ട്രക്ചറൽ ബേസ്, അവിടെ ഘടനാപരമായിട്ട് നമുക്ക് അവയെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യണം. ഈ ഘടനാപരമായ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും അതിൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു ന്യൂറോണിൽ എത്ര ആക്സോൺ കാണപ്പെടുന്നു, അല്ലെങ്കിൽ ആ കാണപ്പെടുന്ന ആക്സോൺ ഏതൊക്കെ സ്ഥലത്താണ് കാണപ്പെടുന്നത് എന്നിവയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ന്യൂറോൺസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 4 തരത്തിലാണ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അവയാണ് യൂണിപോളാർ, ബൈപോളാർ, മൾട്ടിപോളർ ആൻഡ് സ്യൂഡോ യൂണിപോളർ. ഇതിലൊന്നും തന്നെ മലയാളം ടേംസ് ഇല്ല, ഇംഗ്ലീഷ് ടേംസ് ആണ് ഉള്ളത്. യൂണിപോളാർ, ബൈപോളാർ, മൾട്ടിപോളർ ആൻഡ് സ്യൂഡോ യൂണിപോളർ. ഇനി യൂണിപോളാർ സ്ട്രക്ചറാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ബൈപോളാർ, തേർഡ് സ്യൂഡോ യൂണിപോളർ ആൻഡ് ഫോർത്ത് വൺ ഈസ് മൾട്ടിപോളർ. ഇനി നമുക്ക് ആദ്യം യൂണിപോളാർ ന്യൂറോൺസ് എന്ന് നോക്കാം. ഈ യൂണിപോളാർ ന്യൂറോൺസിന് ഓൺലി വൺ സ്ട്രക്ചർ, അതായത് ഈ സെൽ ബോഡി അഥവാ സോമയിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രക്ചറേ കാണപ്പെടുള്ളൂ. ഇതാണ് യൂണിപോളാർ ന്യൂറോൺസിൻ്റെ ഒരു ഘടനാ രീതി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സോമ അല്ലെങ്കിൽ സെൽ ബോഡി, കോശ ശരീരം എന്നറിയപ്പെടും. ഈ കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കാണപ്പെടുന്ന ഒരു ഗ്രോത്ത് ഉള്ള സ്ട്രക്ചറുകൾ, അതാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഇനി ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വെർട്ടിബ്രേറ്റ്സ്, അത് ഹയർ ലെവൽ ജീവികളിൽ വെർട്ടിബ്രേറ്റ്സിൽ ഒന്നും തന്നെ കാണപ്പെടില്ല. ഇത് ഇൻവെർട്ടിബ്രേറ്റ്സിൽ കാണപ്പെടുള്ളൂ. എക്സാമ്പിൾ എന്നിട്ട് പറഞ്ഞേക്കുന്നത് ഇൻസെക്ട്സിൻ്റെ കാര്യത്തിൽ. ഇൻസെക്ട്സിൽ എന്ന് പറയുന്നത് അവയുടെ മസിൽസിൻ്റെയും ഗ്ലാൻസിൻ്റെയും പ്രവർത്തനങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് യൂണിപോളാർ ന്യൂറോൺസിൻ്റെ ഫങ്ഷൻസ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം ബൈപോളാർ ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ 1 ആക്സോണും ഉണ്ട്, 1 ഡെൻഡ്രൈറ്റും ഉണ്ട്. ഇത് രണ്ടും സോമ അല്ലെങ്കിൽ സെൽ ബോഡിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ
ഇതാണ് നമ്മുടെ ന്യൂറോണിൻ്റെ സെൽ ബോഡി, കോശശരീരം എന്ന് പറഞ്ഞാൽ. ഈ കോശശരീരത്തിൽ സെൽ ബോഡിയിൽ നിന്നും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു എക്സ്റ്റൻഷൻ, ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്, റൈറ്റ് സൈഡിലും ഉണ്ട്. അപ്പം ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്ന ആ നീളമുള്ള ഭാഗമാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഈ ആക്സോണിൻ്റെ അറ്റം, അഗ്രഭാഗം, ടെർമിനൽ റീജിയന് പ്രീ സിനാപ്റ്റിക് ടെർമിനൽ അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബ് എന്ന് നമ്മൾ സാധാരണ പഠിക്കുന്ന സിനാപ്റ്റിക് നോബാണ്. അപ്പോൾ അത് സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നു. എന്നാൽ ഈ റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന ആക്സോണിൻ്റെ ഭാഗം, ഇത് തന്നെ ആക്സോണിൻ്റെ ഭാഗം തന്നെയാണ് ഇത്. ഈ ആക്സോണിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ആയിട്ട് കാണപ്പെടുന്നത്, അത് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നു. ഈ ബൈപോളാർ ന്യൂറോൺസിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് റെറ്റിനൽ ബൈപോളാർ സെൽ എന്ന് പറയുന്നത്. ഈ റെറ്റിനൽ ബൈപോളാർ സെല്ല് കാണപ്പെടുന്നത് നമ്മുടെ കണ്ണിലാണ് കാണപ്പെടുന്നത്. ഈ കണ്ണിൽ ഇവ കാണപ്പെടുമ്പോൾ ഇവ ഫോട്ടോറിസെപ്റ്റർ സെൽസ്, നമുക്കറിയാം കണ്ണിൽ റോഡ് സെൽസും ഉണ്ട്, കോൺ സെൽസും ഉണ്ട്. അതിലുള്ളതാണ് ഫോട്ടോറിസെപ്റ്റർ സെൽസ് എന്ന് പറയുന്നത്. നമ്മൾ റിസെപ്റ്റേഴ്സിനെ കുറിച്ച് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണണം. ഫോട്ടോറിസെപ്റ്റർ സെൽസ് ഉണ്ട്. അതെന്ന് പറയുന്നത് ലൈറ്റിനോട് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആ മെസ്സേജ് അത് ഗാംഗ്ലിയോൺ സെൽസിൻ്റെ സഹായത്തോടുകൂടി ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ബൈപോളാർ സെൽസ് എന്ന് പറഞ്ഞാൽ 1 ആക്സോണും 1 ഡെൻഡ്രൈറ്റും ഉണ്ട്. അത് സോമയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളാണ് റെറ്റിനൽ ബൈപോളാർ സെൽ. ഇനി തേർഡ് വണ്ണാണ് മൾട്ടിപോളാർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ന്യൂറോൺസിലെ ഭൂരിഭാഗവും എന്ന് പറയുന്നത് മൾട്ടിപോളാർ ന്യൂറോൺസ് ആണ്. ഇവയ്ക്കെന്ന് പറയുന്നത് ഒരു ആക്സോണും ധാരാളം ഡെൻഡ്രൈറ്റ്സുമാണ് കാണപ്പെടുന്നത്. ഇതാണ് ആക്സൺ. ഇതിൻ്റെ സെൽ ബോഡിയാണ് ഈ കാണുന്നത്. ഈ സെൽ ബോഡിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തുള്ള ഒരു ആക്സണും കാണപ്പെടുന്നുണ്ട്. സെൽ ബോഡിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന അനേകം ഡെൻഡ്രൈറ്റ്സും കാണപ്പെടുന്നുണ്ട്. ഈ നടുക്ക് കാണിച്ചിരിക്കുന്ന ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോശമർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്സോണിൻ്റെ അരിഭാഗം ടെർമിനൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സിനാപ്റ്റിക് നോബ്. ഇനി ഈ മൾട്ടിപോളാർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിനും സ്പൈനൽ കോഡും കൂടി ചേർന്നിട്ടാണ്. ഇനി എക്സാമ്പിളാണ് പെർക്കിൻജി സെൽ എന്ന് പറയുന്നത്. എ മൾട്ടിപോളാർ ന്യൂറോൺ ഇൻ ദ സെറിബെല്ലം. സെറിബെല്ലത്തിൽ കാണപ്പെടുന്ന ഒരു മൾട്ടിപോളാർ ന്യൂറോണാണ് പെർക്കിൻജി സെല്ല്. അവയ്ക്ക് ധാരാളം ഡെൻഡ്രൈറ്റ്സും ഒരു ആക്സോണും കാണപ്പെടുന്നുണ്ട്. ഇനി ലാസ്റ്റ് വൺ നോക്കാം, സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺ. ഈ സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺ എന്ന് പറയുന്നത് ബൈപോളാറിൻ്റെയും യൂണിപോളാറിൻ്റെയും സ്ട്രക്ചറൽ പെക്യുലാരിറ്റീസ്, അവിടെ ഘടനാപരമായ സവിശേഷത ഒരുപോലെ കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ യൂണിപോളാർ സെല്ലിൻ്റെ സ്ട്രക്ചറാണ് നോക്കുകയാണെങ്കിൽ അവയിൽ സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂണിപോളാർ സെല്ലിൻ്റെ സ്ട്രക്ചറൽ പെക്യുലാരിറ്റിയായ ഓൺലി സിംഗിൾ സ്ട്രക്ചർ, സോമയിൽ നിന്നുള്ള ഒരു സ്ട്രക്ചറിൻ്റെ എക്സ്റ്റൻഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബൈപോളാർ സെല്ലിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ആ ബ്രാഞ്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിട്ടും കാണാം. നമുക്കിവിടെ പിക്ചറിൽ നോക്കാം. ഇവിടെ ഇതാണ് സെൽ ബോഡി. ഈ സെൽ ബോഡിയിൽ നിന്ന് ഇത് കണ്ടോ ഒരു ചെറിയൊരു കണക്ഷൻ, ഇതാണ് നമ്മുടെ ആക്സോൺ എന്ന് പറയുന്നത്. ഈ ആക്സോൺ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ലെഫ്റ്റ് സൈഡിലേക്ക് ഒരെണ്ണം പോകുന്നുണ്ട്, റൈറ്റ് സൈഡിലേക്ക് ഒരെണ്ണം പോകുന്നുണ്ട്. കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്തെ ആക്സോൺ എന്നും റൈറ്റ് സൈഡിലുള്ള ഭാഗത്ത് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് CNSലാണ് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നത്. CNSലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. ഈ ആക്സോണിൻ്റെ ടിപ്പ് സിനാപ്റ്റിക് നോബായിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി മോസ്റ്റ് സെൻസറി ന്യൂറോൺസ്, ഏറ്റവും കൂടുതൽ സെൻസറി അല്ലെങ്കിൽ സംവേദന ന്യൂറോൺസ് എന്ന് പറയുന്നത് സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺസ് ആണ്. ഇനി ഈ സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺസിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് പറയാമെന്ന് വെച്ചാൽ, ഇറ്റ് ഹാസ് 1 ആക്സൺ, ഒരു ആക്സൺ ഉണ്ട്. അതുപോലെ തന്നെ ആക്സൺ എന്ന് പറഞ്ഞാൽ 2 എക്സ്റ്റൻഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം ഡെൻഡ്രൈറ്റുമായിട്ടും മറ്റേ ഭാഗം സ്പൈനൽ കോഡുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആ ഭാഗം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനായ ബേസ്ഡ് ഓൺ ഡിറക്ഷൻ ഓഫ് ഇമ്പൾസസ്, അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ, ഇതിൻ്റെ വർക്കിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട്. ന്യൂറോണിൻ്റെ ഒരു ഫങ്ഷൻ ആണല്ലോ ഇമ്പൾസസിൻ്റെ പാസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് ദിശയിലേക്കാണ് ഇമ്പൾസ് പാസ് ചെയ്യുന്നത് എന്ന് വെച്ചുകൊണ്ട് ന്യൂറോൺസിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാണ് സെൻസറി ന്യൂറോൺസ്, മോട്ടോർ ന്യൂറോൺസ് ആൻഡ് ഇൻ്റർ ന്യൂറോൺസ്. മലയാളത്തിലാണെങ്കിൽ സെൻസറി ന്യൂറോൺസിന് സംവേദന ന്യൂറോൺസ് എന്നും, മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർ ന്യൂറോൺസ്, സമ്മിശ്ര ന്യൂറോൺസ് എന്ന് പറയുന്നത്. മോട്ടോർ ന്യൂറോൺസിൻ്റെ മലയാളമാണ് പ്രേരക
ന്യൂറോണുകൾ എന്ന് പറയുന്നത്. ഇനി സെൻസറി ന്യൂറോൺസ് നോക്കാം. സെൻസറി ന്യൂറോൺസിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്റ്റിമുലി അല്ലെങ്കിൽ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഇമ്പൾസ് സ്വീകരിച്ച് അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭാഗത്ത് ഒന്നുകിൽ ബ്രെയിനിലെത്തിക്കും അല്ലെങ്കിൽ സ്പൈനൽ കോഡിലെത്തിക്കും. അതാണ് സെൻസറി ന്യൂറോൺസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ സെൻസറി ന്യൂറോൺസ് സാധാരണയായിട്ട് കാണപ്പെടുന്നതാണ് ഈ ബ്ലൂ കളറിൽ ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്ന അതാണ് സെൻസറി ന്യൂറോൺസിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. ഈ സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും സ്യൂഡോ യൂണിപ്പോളാർ ന്യൂറോണാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്താണ് സ്യൂഡോ യൂണിപ്പോളാർ എന്ന്. അപ്പോൾ ആ സ്യൂഡോ യൂണിപ്പോളാറിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെയും കാണുന്നത്. നമുക്ക് സ്ട്രക്ചർ നോക്കാം. ഇവിടെ എന്ന് പറയുന്നത് ഒരു സോമയുണ്ട്. ആ സോമയിൽ നിന്നും ഇങ്ങോട്ട് മാറി ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അതാണ് ആക്സൺ എന്ന് പറയുന്നത്. ആക്സണാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്കും ഒന്ന് റൈറ്റ് സൈഡിലേക്കും പോകുന്നത്. അപ്പോൾ സെൻസറി ന്യൂറോൺസ് എല്ലാം സ്യൂഡോ യൂണിപ്പോളാർ ന്യൂറോൺസ് ആയിരിക്കും. ഇനി ഈ സെൻസറി ന്യൂറോൺസ് എങ്ങനെയാണ് സ്റ്റിമുലേറ്റഡ് ആണ്, അല്ലെങ്കിൽ എന്തെല്ലാം ആവേഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പൾസസ് ആണ് ഇവ സ്വീകരിക്കുന്നത് നോക്കാം. ഒന്ന് ഫിസിക്കലായിട്ടുള്ള സ്റ്റിമുലസ് അത് സ്വീകരിക്കുന്നുണ്ട്, കെമിക്കൽ സ്റ്റിമുലസ്. ഫിസിക്കൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിബിൾ ലൈറ്റ്, നമ്മൾ സൂര്യപ്രകാശം അല്ലെങ്കിൽ സൗണ്ട്, ഹീറ്റ്, ചൂട്, നമ്മൾ ടച്ച് ചെയ്യുന്നത്, ഇതൊക്കെ അതിന് സെൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കെമിക്കൽ സിഗ്നൽസ് ആയിട്ടുള്ള സ്മെല്ല്, ടേസ്റ്റൊക്കെ തിരിച്ചറിയാനായിട്ടും അതുപോലെ അതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങളൊക്കെ ബ്രെയിനിൽ എത്തിക്കുന്നതും അതുവഴി നമ്മളിപ്പോൾ മധുരം കഴിക്കുന്നു എന്നൊക്കെ തിരിച്ചറിയാനൊക്കെ സഹായിക്കുന്നത് ഈ സെൻസറി ന്യൂറോൺസാണ്. ഇനി അടുത്ത് നോക്കാം മോട്ടോർ ന്യൂറോൺസ് അഥവാ പ്രേരക നാഡി. മോട്ടോർ ന്യൂറോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും ഇമ്പൾസസിനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ചൂടുള്ള ഒരു വസ്തുവിൽ തൊട്ടു. ചൂടുള്ള വസ്തുവിൽ നമ്മൾ കൈകൊണ്ട് ഇടുമ്പോൾ കയ്യിൽ നിന്നും ആ സന്ദേശങ്ങൾ ബ്രെയിനിലെത്തിക്കുക അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ എത്തിക്കുന്നത് സെൻസറി ന്യൂറോൺസാണ്. ചൂടുള്ള വസ്തുവിൽ നമ്മൾ തൊട്ടു, അത് നമ്മൾ കൈ പിൻവലിക്കുക എന്നുള്ള ആ സന്ദേശം നമ്മുടെ കയ്യിൽ രണ്ടാമത് കൊണ്ടുവന്ന് എത്തിച്ചു തരുന്നത് ഈ മോട്ടോർ ന്യൂറോണാണ്. ഈ മോട്ടോർ ന്യൂറോണ് തിരിച്ചിവിടെ വരുമ്പോഴേക്കും ഈ മസിലുമായിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ കൈ മടക്കാൻ സഹായിക്കുന്ന മസിലുമായിട്ട് ഇവർക്ക് ഒരു കണക്ഷൻ, ഒരു ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. അത്തരം ജംഗ്ഷനാണ് ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടോർ ന്യൂറോൺസിനും മസിൽ ഫൈബേഴ്സിനും ഇടയ്ക്കുള്ള ജംഗ്ഷനെയാണ് ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. എല്ലാ മോട്ടോർ ന്യൂറോൺസും എന്ന് പറഞ്ഞാൽ മൾട്ടിപോളാർ ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് ഈ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതാണ് മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്. ആ മോട്ടോർ ന്യൂറോണിനെ നോക്കും മൾട്ടിപോളാർ സ്ട്രക്ചറായി കാണുക. കാരണം ഒരു ആക്സോണും മെനി ഡെൻഡ്രൈറ്റ്സും ഉള്ളതാണ് മൾട്ടിപോളാറിൻ്റെ സ്ട്രക്ചറൽ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് മോട്ടോർ ന്യൂറോൺ കാണപ്പെടുന്നത്. മൂന്നാമത്തെ ന്യൂറോണാണ് ഇൻ്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഇൻ്റർ ന്യൂറോൺ എന്ന് പറയുന്നത് സെൻസറി ന്യൂറോണും അല്ല മോട്ടോർ ന്യൂറോണും അല്ല. ഇതെന്ന് പറയുന്നത് സെൻസറി ന്യൂറോണിൻ്റെയും മോട്ടോർ ന്യൂറോണിൻ്റെയും ഇടയ്ക്ക് ഒരു മിഡിൽ മെന്നായിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കണക്ടറായിട്ട് ആക്ട് ചെയ്യുകയാണ് ഇൻ്റർ ന്യൂറോൺ ചെയ്യുന്നത്. ഈ പിക്ചറിൽ നോക്കുമ്പോൾ കാണാം, ഈ യെല്ലോ കളറിൽ കാണപ്പെടുന്ന ഇൻ്റർ ന്യൂറോൺ. അതിൻ്റെ ഒരു ഭാഗം മോട്ടോർ ന്യൂറോണുമായിട്ട് മറ്റേ ഭാഗം സെൻസറി ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു കണക്ടറായിട്ട് ആക്ട് ചെയ്യുകയാണ് ഇൻ്റർ ന്യൂറോൺ ചെയ്യുന്നത്. കൂടാതെ ഇൻ്റർ ന്യൂറോൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് CNSലാണ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മോട്ടോർ ന്യൂറോൺസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ടൈം സേവ് ചെയ്യുക. കാരണം സെൻസറി ന്യൂറോണിൽ നിന്നും എത്രയും പെട്ടെന്ന് സന്ദേശങ്ങൾ മോട്ടോർ ന്യൂറോണിലേക്ക് എത്തിക്കുക, മോട്ടോർ ന്യൂറോണിൽ നിന്ന് തിരിച്ച് അങ്ങനെ അവയുടെ മൂവ്മെൻറ്റ്, സന്ദേശങ്ങളുടെ മൂവ്മെൻറ്റ് ഏറ്റവും സ്പീഡപ്പ് ആക്കുക, അതുവഴി കൃത്യമായ സന്ദേശങ്ങളിലെ പാസേജ് നടത്തുക എന്നതാണ് ഇവയുടെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത്. മോട്ടോർ ന്യൂറോൺസിനെ പോലെ തന്നെ ഈ ഇൻ്റർ ന്യൂറോണും മൾട്ടിപോളാർ സ്ട്രക്ചറാണ്. സോ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.